തലസ്ഥാന നഗരത്തെ ബാഴ്സലോണ സിറ്റിക്ക് സമാനമാക്കി മാറ്റും. തലസ്ഥാനത്ത് എയിംസും ഹൈക്കോടതി ബെഞ്ചും കൊണ്ടുവരും. എന്തൊക്കെയായിരുന്നു ശശി തരൂർ എംപിയുടെ വാഗ്ദാനങ്ങൾ? കിലുക്കൻ സിനിമയിൽ രേവതിയുടെ കഥാപാത്രം പറയുന്നത് പോലെ ജ്യോതിയും വന്നില്ല, അവസാനം തീയും വന്നില്ല. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാത്തതുകൊണ്ട് തന്നെ തരൂരിനെതിരെ മണ്ഡലത്തിൽ ജനവികാരം ശക്തമാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം മണ്ഡലത്തിൽ സജീവമാകുന്ന തരൂർ വിജയിച്ചാൽ പിന്നെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. വോട്ടർമാരുടെ അതൃപ്തി തരൂരിന് തിരിച്ചടിയാകും. നമ്മളിവിടെ വലിയ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല. ജയിച്ചു പോയതല്ലാതെ ആ വ്യക്തി ഇവിടെ വന്നിട്ടില്ല. ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ അതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. കഴിഞ്ഞ 15 വർഷം നമുക്കിവിടെ ഒരു എം പി ഉണ്ടായിരുന്നു, ശശി തരൂർ. പക്ഷേ അദ്ദേഹം പാർലമെൻറ്റിൽ തന്നെ ഏതൊക്കെ ബില്ലുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്, ന്യൂനപക്ഷങ്ങൾക്കെതിരെയായാലും ശരി തന്നെ പൊതുവായിട്ടുള്ളതായിരുന്നു. ഒരു ബില്ലിനും ഒരു അഭിപ്രായം പറയാത്ത ഒരാളാണ് ശശി തരൂർ. വളരെ മോശം, ഒന്നും നടന്നില്ല. അത് തന്നെ നമ്മൾ ഇപ്പം തന്നെ കാണണം. അടുത്ത് ഇലക്ഷൻ കഴിഞ്ഞ് പോയി, പിന്നെ എമ്പളേരിയിലൊന്നും വന്നിട്ടുമില്ല, വെള്ളാണിയിലൊന്നും. എം പി എന്ന് പറയുമ്പോഴത്തേ അങ്ങേരോട് എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ കാര്യം വരുമ്പോൾ മാത്രം എന്തൊക്കെയോ ചെയ്തെന്ന് പറയണം, അറിഞ്ഞില്ല. സിറ്റിംഗ് എം പി ഇവിടെ എന്താണ് ചെയ്തത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ. വലിയ പ്രതീക്ഷകളൊന്നുമില്ല സിറ്റിംഗ് എം പി കൊണ്ട്. പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റിയിട്ടില്ല. അപ്പോൾ ആ വിഷയത്തിൽ നോക്കുമ്പോൾ ഇപ്രാവശ്യം സംശയമാണ്. കോൺഗ്രസിൽ നിന്നിപ്പോൾ അടപടലം തൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നാളെ പുള്ളിയും ഇതുപോലെ സംഭവിച്ചാലോ എന്നുള്ളൊരു ഭയം ജനങ്ങളുടെ ഇടയിലുണ്ട്. അതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്നും കാണാനില്ലല്ലോ. ഇരട്ട നഗരമില്ല, ഒറ്റ നഗരമെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. അങ്ങിങ്ങ് ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചതല്ലാതെ തരൂരിന്റെ വികസന മുദ്രകൾ ഒന്നും മണ്ഡലത്തിലില്ല. മത്സ്യമേഖലയെ അദ്ദേഹം പൂർണ്ണമായി അവഗണിച്ചെന്നും പരാതിയുണ്ട്. റെയിൽവേ രംഗത്തും വികസനമില്ല. കാർഷിക രംഗം മുതൽ സമസ്ത മേഖലകളിലും എം പി എന്ന നിലയിൽ തരൂർ പരാജയമെന്നതാണ് വിലയിരുത്തൽ. ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.